ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 3-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് കേട്ടോ എടുക്കുന്നത്. അതിലുള്ള പേജ് നമ്പർ 37 വരെയുള്ള ഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? പലഹാരപ്പൊതി. മക്കൾക്ക് ആരാണ് പലഹാരപ്പൊതി കൊണ്ടുത്തരാറ്? ഉപ്പ കൊണ്ടുത്തരും, ഉമ്മ കൊണ്ടുത്തരും അല്ലേ? അച്ഛനും അമ്മയൊക്കെ കൊണ്ടുത്തരാറുണ്ട് അല്ലേ? വീട്ടിലേക്ക് വിരുന്ന് വരുന്നവർ കൊണ്ടുത്തരും. ഇവിടെ ആരാണ് ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ഇതാ പലഹാരങ്ങളുണ്ട്, താഴെ ഇതാ ചിരിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്, പഴമുണ്ട്, അതുപോലെ തന്നെ നായുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്, ആടുണ്ട് അല്ലേ? പിന്നെയോ കാക്കമ്മയുണ്ട്. കാക്കമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ മുറ്റത്തൊരമ്മ ഉണ്ട്, അമ്മൻ്റെ ഉക്കത്ത് ഒരു ചെറിയ വാവയുണ്ട് അല്ലേ, ബേബി ഉണ്ട്. പിന്നെയോ ഉറുമ്പുകൾ ഇതാ നെൽമണിയായിട്ട് വരിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇടശ്ശേരിയുടെ കവിതയിൽ നിന്നെടുത്ത കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചൊല്ലി നോക്കാം. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു, കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടു, മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു, മാമു കൊടുക്കുന്നു നങ്ങേലി. ഇവിടെ കാക്കമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണ് അല്ലേ? എന്തിന്? കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട്, കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ പാട്ടുകൾ പാടിയിട്ട്, അമ്പിളിമാമനെ കാണിച്ചിട്ടാണ് മാമു കൊടുക്കാറുള്ളത്, ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ വീണ്ടും ഒരു ചെറിയ കവിതയാണ് അല്ലേ? മുറ്റത്ത് 2 കുട്ടികൾ വന്നിട്ട് എന്തോ നോക്കുന്നുണ്ട്. നല്ല മണം വന്നിട്ട് പക്ഷികളെല്ലാവരും മരത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ഉറുമ്പുകൾ, അണ്ണാന് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കവിത? നമുക്ക് ചൊല്ലി നോക്കാം. ഞാനല്ല. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടിച്ചാടിയതും ഞാനല്ലേ. നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, പേരൊക്കെ പഴുത്തപ്പോൾ ആ പഴുത്ത നിറം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും പഴുത്തണെന്ന് പറഞ്ഞതും ഞാനല്ലേന്ന്. അതുപോലെ തന്നെ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടി ചാടിയതും പറിക്കാൻ വേണ്ടിയിട്ട് ചാടിയതും ഞാനല്ലേ. പിന്നെ നെയ്യപ്പം വെന്തപ്പോൾ നമ്മൾ നുണയ്ക്കൂലേ, ആ നാക്ക് നുണച്ചതും ഒളി കണ്ണിട്ട് നോക്കിയതൊക്കെ ഞാനല്ലേന്ന് ആ പെൺകുട്ടി ചോദിക്കുകയാണ്. എല്ലാം എടുക്കുന്നത് ആരാണ്? പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുളാ തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടൻ. അപ്പോൾ ആ ഒരു അനിയത്തിക്കുട്ടി വിഷമിച്ച് നിൽക്കുകയാണല്ലേ. അപ്പോൾ ഒക്കെ കണ്ടത് അവളാണെങ്കിലും കഴിക്കുന്നത് ആരാണ്? കുഞ്ഞേട്ടനാണല്ലേ. അപ്പോൾ ഈ കവിത ഈണത്തിൽ ചൊല്ലി നോക്കൂ. അപ്പോൾ മക്കൾ പല ഈണത്തിൽ ചൊല്ലി നോക്കുക. എന്നിട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഞാനല്ല എന്ന് കുട്ടി വീണ്ടും പറയാൻ കാരണം എന്താവും? മാമ്പഴവും പേരക്കയും നെയ്യപ്പവും എല്ലാം കണ്ടത് ആ കുട്ടിയാണ് അല്ലേ? പക്ഷേ ആ കുട്ടിക്ക് ഒന്നുപോലും കിട്ടിയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് 2 പ്രാവശ്യം ഞാനല്ല എന്ന് പറയുന്നതിലൂടെ. എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അടുത്ത ഭാഗം ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്താണ് ഈ കഥയുടെ പേര്? കയ്പും മധുരവും. മുന്തിരിങ്ങ. അമ്മ കുറേ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ട് വന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ്. മുന്തിരിങ്ങ ഒരു പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വെച്ചു. ഏറ്റവും ഇളയ മകനായ വാന്യ അത് കണ്ടു. അപ്പോഴോ മുന്തിരിങ്ങ അവൻ ആദ്യമായാണ് കാണുന്നത്. അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മണത്ത് നോക്കി. കൊതി തോന്നിപ്പിക്കുന്ന മണം. മണത്തിട്ടും അവന് മതി വന്നില്ല. അവൻ അത് മണത്തുകൊണ്ടേയിരുന്നു. ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാന്യയ്ക്ക് കലശലായ മോഹം. മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു. പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി അവൻ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു. ഭക്ഷണത്തിനുള്ള സമയമായി. അമ്മ വിളിച്ചു പറഞ്ഞു, മക്കളെ ഊണിന് സമയമായി, എല്ലാവരും വന്നോളൂ, അച്ഛനെയും വിളിച്ചുകൊള്ളൂ.
അച്ഛനും കുട്ടികളും വന്ന് തീന്മേശയ്ക്ക് ചുറ്റുമിരുന്നു. അമ്മയ്ക്കൊരു സംശയം. മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു. അവരത് എണ്ണി നോക്കി. ഒരെണ്ണം കുറവ്. അമ്മ ചോദിച്ചു, മക്കളെ, നിങ്ങൾ മുന്തിരി എടുത്തിരുന്നോ? ഒരെണ്ണം കുറവുണ്ടല്ലോ. എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു, ഇല്ല ഇല്ല. വാനിയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു. അവനും വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ മുന്തിരിങ്ങ തിന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി? അതങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുള്ളതാണ് അല്ലേ? ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച. കുട്ടികളല്ലേ, നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും. ഒരെണ്ണം എടുത്ത് തിന്നു എന്ന് വരും. അതൊരു തെറ്റല്ല. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർത്ത് എനിക്ക് പേടിയാകുന്നു. മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത്. മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട്. അറിയാതെ ആരെങ്കിലും കുരു വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും. അതോർത്താണ് എനിക്ക് പേടി. ഇതു കേട്ടപ്പോൾ വാന്യയുടെ മുഖം വിളറി. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ കുരു തിന്നില്ല അച്ഛാ, ഞാനത് ജനലിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇത് കേട്ട അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു. എന്നാൽ വാന്യ ചിരിച്ചില്ല, അവൻ കരഞ്ഞു. ഇത് ടോൾസ്റ്റോയ് കഥകളിൽ നിന്നും KN ദാമോദരൻ നായർ വിവർത്തനം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ താഴത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാന്യ കരയാൻ കാരണം എന്താവും? തെറ്റ് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടാവാം, അല്ലെങ്കിൽ താനാണ് എടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നതുകൊണ്ടാവാം. അടുത്തത്, ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? എന്തുകൊണ്ട്? അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം മക്കളിൽ ആരോ ഒരു മുന്തിരി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും അവരെ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്യാതെ സൂത്രത്തിലൂടെ ആരാണെന്ന് കണ്ടെത്തിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തുകൊണ്ട്? ഇഷ്ടമായി. കാരണം മക്കളെ അച്ഛൻ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്യാതെയാണ് ആളെ കണ്ടുപിടിച്ചത്. അത് അച്ഛൻ നല്ലൊരു കാര്യമാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, മുന്തിരിങ്ങ എന്ന കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ. അപ്പോൾ അത് നിങ്ങൾ ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യാട്ടോ. മുന്തിരി കട്ട് തിന്ന ദിവസം വാന്യ എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ. ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ആദ്യം തന്നെ ഏത് ദിവസമാണ് എഴുതുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡേറ്റും ദിവസവും മുകളിൽ എഴുതുക. അതിനുശേഷം അന്ന് നടന്ന സംഭവങ്ങൾ എഴുതുക. അപ്പോൾ ഇത് ഞാൻ ഇതിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങ് എഴുതിയതാണ്. മക്കൾ നേരെ ഓരോ വരിയിൽ കൊള്ളുന്നത് വിധത്തിൽ എഴുതുക കേട്ടോ. അപ്പോൾ എന്താണ് എഴുതിയത്? ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ആദ്യമായാണ് അമ്മ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ട് വരുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. കൊതിപ്പിക്കുന്ന മണം. ഞാനൊന്ന് എടുക്കാൻ നോക്കിയപ്പോൾ അമ്മ ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അത്ര നേരം കാത്തിരിക്കാൻ വയ്യായിരുന്നു. ആരും കാണാതെ ഞാനൊന്ന് എടുത്തു തിന്നു. നല്ല രുചി. എന്നാൽ ഭക്ഷണം കഴിഞ്ഞപ്പോൾ മുന്തിരിക്കയിൽ ഒന്ന് കുറവുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആരും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ പറയുന്നത് മുന്തിരിങ്ങയുടെ കുരു തിന്നാൽ മരിക്കുമെന്ന്. അത് കേട്ട് ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മുന്തിരിങ്ങ ഞാൻ കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാനാണ് എടുത്തതെന്ന്. കൂട്ടത്തോടെ എല്ലാവരും ചിരിച്ചു. പക്ഷേ എനിക്ക് ചിരിയൊന്നും വന്നില്ല. ആഗ്രഹം കൊണ്ടായാലും ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ. ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഭാഗം മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത്. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം.